ഹായ് മക്കളെ, ഫയാസ് ആറാണ്. നമ്മളെ +2 ഓണം എക്സാമിന്റെ റിവൈസ്ഡ് ടൈം ടേബിളുകളൊക്കെ വന്നു. ഇനി നമ്മുടെ ഫോക്കസ് എന്തായിരിക്കണം? ഓരോ സബ്ജക്റ്റിലും എങ്ങനെ നല്ല മാർക്കിലേക്ക് എത്താം, എങ്ങനെ A+ലേക്ക് എത്താം. ഇന്ന് സാർ വന്നിട്ടുള്ളത് ബോട്ടണിയിൽ A+ അടിക്കണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ സെറ്റ് ആക്കണം എന്നുള്ള ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു കണ്ടന്റുമായിട്ടാണ് വന്നിട്ടുള്ളത്. കൃത്യമായിട്ട് നോക്കടാ. നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത് എത്ര ചാപ്റ്റേഴ്സ് ആണുള്ളത് നമുക്ക് ഓൾറെഡി അറിയാം. 2 ചാപ്റ്റേഴ്സ് ആണുള്ളത്. ഈ ചാപ്റ്റേഴ്സിനൊക്കെ എത്ര മാർക്കിന് ചോദിക്കും എന്നുള്ളത് കൃത്യമായിട്ടൊരു ബോധ്യം ഉണ്ടായിരിക്കുക. നമ്മൾ ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സിന് 18 മാർക്കിന്റെ ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ചാപ്റ്റർ 2 അത് ഫുൾ ചാപ്റ്റർ ഇല്ല, അതിന്റെ കുറച്ച് ഭാഗങ്ങൾ കട്ട് ചെയ്തിട്ടുണ്ട്. അത് തന്നെ നമ്മളെ ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമുക്ക് ഏകദേശം 12 മാർക്കിന്റെ ചോദ്യങ്ങൾ എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ ഈ 18 മാർക്കും 12 മാർക്കും ഇത് മൊത്തം അടിക്കണമെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു പ്ലാനോടെ കൃത്യമായിട്ടുള്ള കണ്ടന്റുകൾ മാത്രം പഠിച്ചു പോയിട്ട് നമുക്ക് എന്താക്കാം, ഈ മൊത്തം മാർക്കും നമ്മളെ കീശയിലാക്കി വരാം. ഓക്കെ, അപ്പൊ ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. സാറേ ഇനി 4 ദിവസം 3 ദിവസം അല്ലേ ഉള്ളൂ, എന്താ കാട്ടാന്നൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ ഇത്തരത്തിൽ നമ്മുടെ ലൈവ് വീഡിയോസ്, പ്രഡിക്ഷൻ ക്വസ്റ്റ്യൻസ്, നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന്റെ ഒക്കെ നോട്ടുകൾ കിട്ടാൻ വേണ്ടിയിട്ടും അതിനൊക്കെ കൃത്യമായിട്ടുള്ള അപ്ഡേറ്റുകൾ കിട്ടാൻ വേണ്ടിയിട്ടും മക്കൾ ആദ്യം എന്താക്കട, നമ്മളെ സ്പെഷ്യൽ കമ്മ്യൂണിറ്റി ഓണം എക്സാംസിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള +2ന്റെ സ്പെഷ്യൽ കമ്മ്യൂണിറ്റി ചാനൽ എന്താക്കാം, ജോയിൻ ആക്കാം. അതിന്റെ ലിങ്ക് എവിടെ കൊടുത്തിട്ടുണ്ട്, നമ്മളെ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, നമുക്ക് നേരെ പോയി നോക്കണം. ആദ്യത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ നമ്മൾ ആദ്യം പഠിച്ചിരിക്കേണ്ടത് നമ്മളെ മെയിൽ ആൻഡ് ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് ഓർഗനാണ്. അതായത് ആൻഡ്രീഷ്യത്തെ കുറിച്ചും അതുപോലെ തന്നെ നമ്മൾ എന്താക്കണം, ഗൈനീഷ്യത്തെ കുറിച്ചും നോക്കണം. അതിൽ തന്നെ ആദ്യം നമ്മൾ ആൻഡ്രീഷ്യം നോക്കാം. ആൻഡ്രീഷ്യത്തിലെ മൈക്രോസ്പൊറാഞ്ചിയത്തിന്റെ സ്ട്രക്ചർ, ഓക്കെ, എപ്പിഡെർമിസും എൻഡോതീഷ്യം മിഡിൽ ലെയർ ഒക്കെ ഉള്ള ആ സ്ട്രക്ചർ അത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അതിന്റെ ഡയഗ്രാം വെരി ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ മൈക്രോസ്പോറോജെൻസിസ് വളരെ സിമ്പിൾ ആണ്. മൈക്രോസ്പോർ ടെട്രാഡൊക്കെ ഉണ്ടാവുന്ന ആ ഒരു മൈക്രോസ്പോറോജെൻസിസ് പഠിച്ചു വെക്കുക. പിന്നെ ഗൈനീഷ്യത്തിൽ എന്തൊക്കെ ഉണ്ട് നോക്കുക. ഗൈനീഷ്യം അതിന്റെ ഉള്ളിലുള്ള ഒവ്യൂളിന്റെ സ്ട്രക്ചറും വളരെ ഇമ്പോർട്ടന്റ് ആണ്. മെഗാസ്പൊറാഞ്ചിയത്തിന്റെ സ്ട്രക്ചറും വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. ഇനി അടുത്തതാണ് എന്താണ്, മെഗാസ്പോറോജെനസിസ്. മൈക്രോസ്പോറോജെനസിസ് പോലെ തന്നെ എംബ്രിയോ സാക്ക് ഉണ്ടാവുന്ന മെഗാസ്പോറോജെനസിസും മക്കൾ കൃത്യമായിട്ട് എന്താക്കാം, നോക്കിക്കാം. അപ്പൊ നമ്മൾ എന്താക്കി, മെയിൽ ഗാമീറ്റോഫൈറ്റ് ഉണ്ടാക്കി, ഫീമെയിൽ ഗാമീറ്റോഫൈറ്റ് ഉണ്ടായി, പോളൻ ഗ്രെയിനും ഉണ്ടായി, എംബ്രിയോ സാക്ക് ഉണ്ടായി. അതിനുശേഷം വരുന്നതാണ് എന്താ, പോളിനേഷൻ. 3 തരം പോളിനേഷൻ ഉണ്ട്, നിങ്ങൾക്ക് അറിയാം. ഓട്ടോഗമി ഉണ്ട്, ജീറ്റനോഗമി ഉണ്ട്, സീനോഗമി ഉണ്ട്. അത് 3ഉം കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അതൊന്നും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളല്ല, വളരെ സിമ്പിൾ ആയിട്ട് കണക്ട് ചെയ്ത് പഠിച്ചേക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ആ 3 തരം പോളിനേഷൻ പഠിച്ചു വെക്കുക. പിന്നെ പോളിനേറ്റിംഗ് ഏജൻസ് നമ്മൾ 3 പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു? വിൻഡ്, വാട്ടർ, അതുപോലെ തന്നെ ആനിമൽസ്. ഈ 3 തരം പോളിനേഷന്റെയും അഡാപ്റ്റേഷൻസ് അത് പഠിക്കാണ്ട് നമ്മുടെ എക്സാമിന് പോകരുത്. അത് ചോദിക്കും. ഓക്കെ, അപ്പൊ ഈ അഡാപ്റ്റേഷൻസ് കൃത്യമായിട്ട് നോക്കുക. ഓരോന്നിനും, ഇപ്പോൾ വിൻഡ് ആയിക്കോട്ടെ, വാട്ടർ ആയിക്കോട്ടെ, ആനിമൽ ആയിക്കോട്ടെ, ഓരോന്നിനും ഒരു മിനിമം 3 അഡാപ്റ്റേഷൻ എങ്കിലും മക്കൾ പഠിച്ചു പോവുക. അതിന്റെ എക്സാമ്പിൾസും എക്സാമ്പിൾസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അടുത്തത് ഔട്ട് ബ്രീഡിംഗ് ഡിവൈസസ്. നമുക്കറിയാം കണ്ടിന്യൂസ് ആയിട്ടുള്ള സെൽഫ് പോളിനേഷൻ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ കുറച്ച് ഔട്ട് ബ്രീഡിംഗ് ഡിവൈസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഹെട്രോസ്റ്റൈലി, ഡൈക്കോഗമി, സെൽഫ് ഇൻകോമ്പാറ്റബിലിറ്റി, ഡയോസി, യൂണിസെക്ഷുവാലിറ്റി തുടങ്ങിയിട്ടുള്ള ഔട്ട് ബ്രീഡിംഗ് ഡിവൈസസും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാം. അടുത്തത് ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ. നമുക്കറിയാം ഇമാസ്കുലേഷൻ, ബാഗിങ്, റീബാഗിങ്, ആർട്ടിഫിഷ്യൽ പോളി. അപ്പൊ ഈ ഇമാസ്കുലേഷനും ബാഗിങ്ങും ഒക്കെ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. എന്താന്നുള്ളത് നമുക്ക് പറയാൻ അറിയണം. ഓക്കെ, അടുത്തതൊക്കെ കഴിഞ്ഞ ഞാനാണ് എന്താണ്, ഡബിൾ ഫെർട്ടിലൈസേഷനിലെ 2 ഇവന്റ്സ്, സിംഗമി, ട്രിപ്പിൾ ഫ്യൂഷൻ. സിംഗമി കഴിഞ്ഞാൽ എന്തുണ്ടാവുന്നു, ട്രിപ്പിൾ ഫ്യൂഷൻ കഴിഞ്ഞാൽ എന്തുണ്ടാവുന്നു, ഓരോ കാര്യങ്ങളും പഠിക്കുക. ഈ സിംഗമി കഴിഞ്ഞിട്ടുണ്ടാവുന്ന നമ്മളെ സൈഗോട്ട് എന്താവും, എംബ്രിയോ ആയിട്ട് ഡെവലപ്പ് ചെയ്യും. അതിനാണ് നമ്മൾ എന്ത് വിളിക്കുക, എംബ്രിയോ ജെനി. ഈ എംബ്രിയോ ജെനിയിലെ ഓരോ സ്റ്റെപ്പും ഇമ്പോർട്ടന്റ് ആണ്. പ്രോ എംബ്രിയോ, ഗ്ലോബുലാർ എംബ്രിയോ, ഹാർട്ട് ഷേപ്ഡ് എംബ്രിയോ, മെച്ചർ എംബ്രിയോ തുടങ്ങിയിട്ടുള്ള ആ ഓരോ സ്റ്റേജസ് എന്താണ്, ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ പിക്ചർ അടക്കം, ഡയഗ്രാം അടക്കം മക്കൾ എന്താക്കണം, പഠിച്ചിരിക്കണം. അടുത്തത് സീഡ് പഠിക്കുമ്പോൾ ഒരുപാട് ടൈപ്പ് ഉണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു? എക്സ് ആൽബമിനസ്, നോൺ ആൽബമിനസ്, ഓക്കെ, അങ്ങനത്തെ. പിന്നെ അപ്പോമിക്സിക് സീഡ്, ഫെർട്ടിലൈസേഷൻ നടക്കാനുണ്ടാവുന്ന സീഡ്. അപ്പൊ ഇത്തരത്തിലുള്ള ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സീഡുകളെ കുറിച്ച് നമ്മുടെ എക്സാമിന് കൃത്യമായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെച്ചോ. അടുത്തതാണ് ഫ്രൂട്ട്. 2 തരം ഫ്രൂട്ട് ഉണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു? ട്രൂ ഫ്രൂട്ട് ഉണ്ടായിരുന്നു, ഫോൾസ് ഫ്രൂട്ട് ഉണ്ടായിരുന്നു, പാർത്തനോകാർപ്പിക് ഫ്രൂട്ട് ഉണ്ടായിരുന്നു. ഇതിനൊക്കെ എക്സാമ്പിൾസും പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ ഒന്നും കൂടെ ഇവിടെ ആഡ് ചെയ്യുകയാണെങ്കിൽ നമ്മളെ പോളി എംബ്രിയോണിയും കൂടെ പഠിച്ചു വെക്കുക. ഒന്നിലധികം എംബ്രിയോ ഉണ്ടെങ്കിൽ അതായിരുന്നു പോളി എംബ്രിയോണി ഉണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ മക്കൾ എന്താക്കുക, നോക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നോക്കിയാൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ പാഠത്തിന്റെ വെയിറ്റേജ് ആ 18 മാർക്കിനുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും. അപ്പൊ മക്കൾ എന്താക്കുക, ഈ ഒരു ഭാഗം കൃത്യമായിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ട് അതിലുള്ള കൺസെപ്റ്റുകളൊക്കെ ക്ലിയർ ആക്കാം. മൊത്തം നമുക്ക് പഠിക്കാൻ പറ്റത്തില്ല. അപ്പം ഓൾറെഡി അറിയുന്ന കാര്യങ്ങൾ ഒന്നും കൂടെ റിവൈസ് ചെയ്തിട്ടും അറിയാത്ത കാര്യങ്ങൾ എന്താണെന്ന് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് മനസ്സിലാക്കുക വേണം. ഓക്കെ, അപ്പൊ അടുത്ത ചാപ്റ്ററിൽ അതിന്റെ കൂടെ സാർ പറഞ്ഞുതരാം. അടുത്ത ചാപ്റ്റർ നമ്മളെ
ബയോടെക്നോളജി പ്രിൻസിപ്പൾസ് ആൻഡ് പ്രോസസ്സസ് ആണ്. അതിൽ ആദ്യം നമ്മൾ പഠിക്കേണ്ടത് ഡെഫിനിഷൻ ബൈ EFB യൂറോപ്യൻ ഫെഡറേഷൻ ഓഫ് ബയോടെക്നോളജി നമ്മളെ ബയോടെക്നോളജിനെ കുറിച്ച് എന്താണ് ഡെഫിനിഷൻ തന്നത് കൃത്യമായിട്ട് ഓർമ്മിച്ച് വെക്കുക. EFBന്റെ ഫുൾ ഫോമും ഒരു മാർക്കിന് ചോദിച്ച് കാണാറുണ്ട്. ഇനി അടുത്തതാണ് പ്രിൻസിപ്പൾസ്. 2 പ്രിൻസിപ്പൾസ് ഉണ്ടായിരുന്നു, ജനറ്റിക് എഞ്ചിനീയറിംഗ് ഉണ്ടായിരുന്നു, ബയോ പ്രോസസ് എഞ്ചിനീയറിംഗ് ഉണ്ടായിരുന്നു. അതും ഒരു മാർക്കിന് ചോദിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി സ്റ്റെപ്പുകൾ, ഓരോ സ്റ്റെപ്പും കടന്നു പോകുമ്പോൾ അതിലുള്ള കാര്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കുക. സാർ കുറച്ച് ഉദാഹരണം പറഞ്ഞുതരാം. ഐസൊലേഷൻ ആണെങ്കിൽ പ്ലാന്റ് സെല്ലിൽ നിന്ന് ഐസൊലേഷൻ ചെയ്യണമെങ്കിൽ എന്തെടുക്കണം, ഫംഗസ് സെല്ലിൽ നിന്ന് ഏത് എൻസൈം ഉപയോഗിക്കണം, അതേപോലെ ബാക്ടീരിയൽ സെല്ലിൽ നിന്ന് ഏത് എൻസൈം ഉപയോഗിക്കണം, അതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഐസൊലേഷൻ സെറ്റ് ആയി. രണ്ടാമതാണ് കട്ടിങ്. നമുക്കറിയാം കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന എൻസൈമുകൾ റെസ്ട്രിക്ഷൻ എൻസൈമുകളാണ്. അതിൽ എൻഡോന്യൂക്ലിയസും ഉണ്ട്, എക്സോന്യൂക്ലിയസും ഉണ്ട്. നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ നെയിമിങ്ങും പാലിൻഡ്രോമിക് സീക്വൻസും അതുപോലെ തന്നെ സ്റ്റിക്കി എൻഡും അതെങ്ങനെ ജോയിൻ ചെയ്യിപ്പിക്കുക, DNA ലിഗേസും, ഇതൊക്കെ ഇവിടെ പഠിച്ചിരിക്കണം. നമ്മൾ കട്ടിങ്ങിൽ പഠിച്ചിരിക്കണം. ഓക്കെ. ഇനി കട്ട് ചെയ്ത ഫ്രാഗ്മെന്റ് സെപ്പറേറ്റ് ചെയ്യണം. സെപ്പറേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ടെക്നിക്ക് ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഉറങ്ങിയിരിക്കരുത്, അപ്പൊ തന്നെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം. ജെൽ ഇലക്ട്രോഫോറോസിസ് ആണ്. ഈ ജെൽ ഇലക്ട്രോഫോറോസിന്റെ ആ ഡയഗ്രാം ഒരു പിക്ചർ ഉണ്ട് ടെക്സ്റ്റ് ബുക്കിൽ. ഓക്കെ. അതിന്റെ വെല്ല് കാണിക്കുന്ന, അതിന്റെ മൂവ്മെന്റ് ഒക്കെ ഉള്ള ഒരു ഡയഗ്രാം, ആ ജെൽ ഇലക്ട്രോഫോറോസിന്റെ അപ്പാരറ്റസിന്റെ ഡയഗ്രാം, അത് കൃത്യമായിട്ട് പഠിച്ചു വെക്കാം. ഇതെന്ത് പ്രോസസ്സാണെന്ന് ചോദിക്കും. എങ്ങനെ അവിടെ DNA വിഷ്വലൈസ് ചെയ്യാം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എതിഡിയം ബ്രോമൈഡും ആയിട്ട് സ്റ്റെയിൻ ചെയ്ത് UV ലൈറ്റ് കാണിക്കാന്നൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ എവിടെ നിന്ന് പഠിക്കാം? നമ്മൾ സെപ്പറേഷന് പഠിക്കാം. അടുത്തതാണ് ആംപ്ലിഫിക്കേഷൻ. PCR വെച്ചിട്ടുള്ള ആംപ്ലിഫിക്കേഷൻ. അതായത് ഇതിന്റെ കോപ്പീസ്, നമുക്ക് വേണ്ടിയിട്ടുള്ള ജീനിന്റെ കോപ്പീസ് ഉണ്ടാക്കുന്നതിനാണ് നമ്മൾ എന്ത് വിളിച്ചിട്ടുണ്ടായിരുന്നത്? ആംപ്ലിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ടായിരുന്നത്. ആംപ്ലിഫിക്കേഷൻ നടത്തുന്നത് എന്ത് വെച്ചിട്ടാണ്? പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ വെച്ചിട്ടാണ്. ആ പോളിമറൈസ് ചെയിൻ റിയാക്ഷന്റെ 3 സ്റ്റെപ്പ്: ഡീനാച്ചുറേഷൻ, അനീലിംഗ്, എക്സ്റ്റൻഷൻ. അവിടെ ഉപയോഗിക്കുന്ന എൻസൈം ടാക് പോളിമറൈസ്. അത് എവിടുന്നാണ് എൻസൈം കിട്ടിയത്? തെർമസ് അക്വാട്ടിക്കസ്. അത് കൃത്യമായിട്ട് എന്താക്കുക, പഠിച്ചു വെക്കുക. ഓക്കെ. അടുത്താണ് ജോയിൻ വിത്ത് വെക്ടർ. ഈ ഒരു ഭാഗത്ത് നിന്ന് കൃത്യമായിട്ട് നമ്മൾ പഠിച്ചു വെക്കേണ്ടത് PBr322 ആണ്. PBr322 എന്താണ്, അതിലുള്ള സെലക്ടബിൾ മാർക്കേഴ്സ് ആരൊക്കെയാണ്, അതിലുള്ള ക്ലോണിംഗ് സൈറ്റുകൾ ഏതൊക്കെയാണ്, കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ മക്കൾ എന്താക്കുക, ഓർമ്മിച്ചു വെക്കുക. അതുപോലെ തന്നെ ഒരു ഇമ്പോർട്ടന്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ആർ ദ ബേസിക് ഫീച്ചേഴ്സ് ഓഫ് എ ക്ലോണിംഗ് വെക്ടർ. ഒരു ക്ലോണിംഗ് വെക്ടർ നിർബന്ധമായിട്ടും ആവശ്യമുള്ള ഫീച്ചറുകൾ ഏതൊക്കെയാണെന്ന് ചോദിക്കും. നമുക്കറിയാം ഏതൊക്കെയായിരുന്നു. ഒറിജിനൽ ഫുൾ റെപ്ലിക്കേഷൻ വേണം, സെലക്ടബിൾ മാർക്കർ വേണം, ക്ലോണിംഗ് സൈറ്റ് വേണം. അതൊക്കെ നമ്മൾ അവിടെ പഠിക്കുക. ജോയിൻ വിത്ത് വെക്ടേഴ്സ് പഠിക്കാം. ഇനി ട്രാൻസ്ഫർ ടു ദ ഹോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് നമ്മൾ 2 കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഒന്ന് ബയോളിസ്റ്റിക്സ്, നമ്മുടെ ജീൻ ഗൺ മെത്തേഡ്, അതുപോലെ തന്നെ മൈക്രോ ഇഞ്ചക്ഷൻ. ഇത് നിർബന്ധമായിട്ടും അറിയാം. അതിന്റെ കൂടെ തന്നെ വെക്ടർ ഉപയോഗിച്ചിട്ട്, അതായത് TA പ്ലാസ്മിഡ്, അഗ്രോബാക്ടീരിയം ട്യൂമോഫേഷ്യൻസിന്റെ TA പ്ലാസ്മിഡ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, റെട്രോ വൈറസിനെ ഉപയോഗിക്കുന്നുണ്ട്, തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ട്രാൻസ്ഫർ ടു ദ ഹോസ്റ്റിൽ പഠിച്ചു വെക്കുക. ഇനി ഒബ്റ്റൈനിങ് ഫോറിൻ ജീൻ പ്രോഡക്റ്റ് നമ്മൾ പഠിച്ചിരിക്കേണ്ടത് നമ്മുടെ ബയോറിയാക്ടറിന്റെ പിക്ചർ ചോദിക്കും. എന്നിട്ട് ബയോറിയാക്ടറിന്റെ ഡയഗ്രാം തന്നിട്ട് ചോദിക്കും ഇത് എന്താ സാധനം ചോദിക്കും. അപ്പൊ നമ്മൾ പറഞ്ഞു കൊടുക്കാൻ പറ്റണം ഇത് ഈ സാധനമാണ്, ഇത് ബയോറിയാക്ടർ ആണ്. 2 ടൈപ്പ് ബയോറിയാക്ടർ ഉണ്ട്. ആ 2 ടൈപ്പ് ബയോറിയാക്ടറിന്റെ ചിത്രങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇയാളുടെ പണി എന്താണ്, ഇയാളുടെ ഫംഗ്ഷൻ എന്താണ് എന്നൊക്കെ ചോദിക്കും. അവസാനത്തെ എന്താണ്? ഡൗൺ സ്ട്രീം പ്രോസസിങ്. അവിടെ അങ്ങനെ ക്വസ്റ്റ്യൻസ് കാണാറില്ല, എങ്കിലും ഇതും കൂടെ എന്താക്കുക, ഒന്ന് നോക്കി വെക്കുക. അത് പ്യൂരിഫിക്കേഷൻ ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്താക്കുക പറയാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ വരുന്നത്. അപ്പൊ സാർ ഇവിടെ കാണിച്ചിട്ടുള്ള ഫസ്റ്റ് ചാപ്റ്ററിന്റെ ടോപ്പിക്കും സെക്കൻഡ് ചാപ്റ്ററിന്റെ ടോപ്പിക്കും കൃത്യമായിട്ട് നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് എന്താക്കണം, പഠിക്കണം. ഈ കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ ഞാൻ പറഞ്ഞ ബോട്ടണിയിലെ A+ എന്ന് പറയുന്നത് നമ്മൾ ആ സ്വപ്നത്തിലേക്ക് നമ്മൾ എന്താക്കും, എത്തിച്ചേരും. നമുക്ക് ഒരുമിച്ച് മുന്നേറാം. അപ്പൊ സാറിന് കൃത്യമായിട്ട് ഓർമ്മിക്കാനുള്ളത് 12-ാം തീയതി നമ്മുടെ ഷുവർ ക്വസ്റ്റ്യൻ ലൈവ് ഉണ്ടായിരിക്കും. 13-ാം തീയതി അതായത് നമ്മളെ എക്സാമിന്റെ തലേന്ന് നമ്മളെ പ്രഡിക്ഷൻ ലൈവ് ഉണ്ടായിരിക്കും. ഇതെല്ലാം കഴിഞ്ഞുകൊണ്ട് എക്സാമിന്റെ അന്ന് രാവിലെ കൃത്യം 5:30 നമ്മളെ ഓണം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഉണ്ടാവും. അതിനൊക്കെ മക്കൾ വരിക. നമ്മുടെ ചാനലിൽ ഒരുപാട് ഷോർട്സുകൾ, ഓരോ ക്വസ്റ്റ്യനുകളും ഷോർട്സുകളായിട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അതൊക്കെ ഫോളോ അപ്പ് ചെയ്യുക. ആ ഫോളോ അപ്പ് മാത്രം മതി നിങ്ങൾക്ക് ബോട്ടണിയിലും സുവോളജിയിലും, അതായത് ബയോളജിയിലെ മുഴുവൻ മാർക്കും നേടിയെടുക്കാൻ. ഓക്കെ, സെറ്റ് ആണല്ലോ? ഓക്കെ.